ഹലോ മൈ ഡിയർ ട്വൽത്തീസ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? കഴിഞ്ഞ ദിവസം നമ്മൾ 12th ഫിസിക്സിലെ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടു കാണുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലോട്ട് നമ്മൾ എങ്ങനെയാണ് എത്തിയെന്ന് വിശദമായിട്ട് തന്നെ മനസ്സിലാക്കി കാണുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. വീഡിയോ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് ചേർക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ വീഡിയോയിലുള്ള ചോദ്യങ്ങളും കൂടെ പ്രാക്ടീസ് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ കുറച്ചുകൂടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ വീഡിയോയിലോട്ട് കടക്കാം നമുക്ക്. ഇന്നത്തെ വീഡിയോയിലും ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് 10 ചോദ്യങ്ങളാണ്. ഈസി, ഡിഫിക്കൽട്ട് ആൻഡ് മീഡിയം ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷന് ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്താൽ പോലെ പലപ്പോഴും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയില് ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇൻ കമ്പാരിസൺ വിത്ത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ബിറ്റ്വീൻ ടു ഇലക്ട്രോൺസ്, the electrostatic force between two protons will be what? അതായത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാലും ഈ ഇലക്ട്രോൺസിന്റെയും പ്രോട്ടോൺസിന്റെ ഒക്കെ ചാർജിന്റെ ഒരു ഐഡിയ ഉണ്ടായി കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ആൻസർ ആണിത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങളെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്, ആൻഡ് രണ്ടാമത്തേത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാർട്ടിക്കിൾസ്. ഇവിടെ ഇലക്ട്രോൺസും പ്രോട്ടോൺസും പറഞ്ഞിട്ടുണ്ട്, അവയുടെ ഡിസ്റ്റൻസിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. വിച്ച് മീൻസ് ഡിസ്റ്റൻസ് സെയിം ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും പ്രോട്ടോൺസ് തമ്മിൽ ഉണ്ടാവുന്ന ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെയും കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനെയാണ്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ ചാർജസ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജ് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഏതാണ് കൂടുതൽ ചാർജ് ഉള്ള പാർട്ടിക്കിൾ? രണ്ടിനും ഒരേ ചാർജ് തന്നെയാണ് അല്ലെ? ഇലക്ട്രോണിന്റെ ചാർജും 1.6 × 10⁻⁹ കുളോംബ് ആണ്. പ്രോട്ടോണിന്റെ ചാർജും 1.6 × 10⁻⁹ കുളോംബ് തന്നെയാണ്. ഇവ തമ്മിലുള്ള ഒരേ ഒരു വ്യത്യാസം, ഇലക്ട്രോണിന്റെ ചാർജിന്റെ നേച്ചർ നെഗറ്റീവ് ആണ്, പ്രോട്ടോണിന്റെ ചാർജിന്റെ നേച്ചർ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ രണ്ട് ഇലക്ട്രോൺസ്, രണ്ട് നെഗറ്റീവ് ചാർജസ് തമ്മിൽ ഏത് തരത്തിലുള്ള ഫോഴ്സ് ആണ് ഉണ്ടാവുക? റിപ്പൽസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെയാണ് രണ്ട് പോസിറ്റീവ് ചാർജസ് വന്നാലും റിപ്പൽസീവ് ഫോഴ്സ് ആണ് ഉണ്ടാവുക. ഈ ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജസ് തുല്യമായത് കൊണ്ട് തന്നെ അവയുടെ ഫോഴ്സസും ഈക്വൽ ആയിരിക്കും. അപ്പോ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ രണ്ട് ഇലക്ട്രോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും രണ്ട് പ്രോട്ടോൺസ് തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സും തുല്യമായിരിക്കും. സെയിം എന്നുള്ള ആൻസർ ആണ് എഴുതേണ്ടത്. അതേസമയം ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആയിരുന്നു എന്ന് വിചാരിക്കുക. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമുക്കറിയാം ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രോഡക്റ്റ് ഓഫ് ദ മാസസ് ആണ്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും മാസുകൾ തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ആണ് ലൈറ്റർ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, പ്രോട്ടോൺ ആണ് ഹെവിയർ ആയിട്ടുള്ള ഒബ്ജക്റ്റ്, മീൻസ് പാർട്ടിക്കിൾ. അപ്പോ ഇലക്ട്രോണിന്റെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പ്രോട്ടോണിനേക്കാളും കുറവായിരിക്കും. പക്ഷെ ഇവിടുത്തെ ചോദ്യം ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ കുറിച്ചല്ല, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിനെ കുറിച്ചാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ചാർജിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇലക്ട്രോണിന്റെയും പ്രോട്ടോണിന്റെയും ചാർജിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. നേച്ചർ ഓഫ് ദ ചാർജ് മാത്രമേ വ്യത്യാസമുള്ളൂ. ഒന്ന് നെഗറ്റീവും രണ്ടാമത്തേത് പോസിറ്റീവും ആണ്. ഈ ചോദ്യം എല്ലാവർക്കും മനസ്സിലായല്ലോ. രണ്ടാമത്തെ ചോദ്യം: ഇലക്ട്രിക് ഫ്ലക്സ് ത്രൂ എ ക്ലോസ്ഡ് സർഫസ് ഇസ് സീറോ. ഒരു ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് സീറോ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്താണ് ഇൻഫർ ചെയ്യാൻ പറ്റുന്നത്, എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളതാണ് ചോദ്യത്തിലുള്ളത്. 4 ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. ഒന്ന്, നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഇസ് സീറോ. രണ്ടാമത്തേത്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നെസസറിലി സീറോ അറ്റ് ഓൾ പോയിന്റ്സ് ഓൺ ദ സർഫസ്. മൂന്നാമത്തേത്, നോ ചാർജ് എക്സിസ്റ്റ് ഇൻസൈഡ് ദ സർഫസ്. നാലാമത്തെ ഓപ്ഷൻ, നോ ചാർജ് എക്സിസ്റ്റ് ഔട്ട്സൈഡ് ദ സർഫസ്. ഇലക്ട്രിക് ഫ്ലക്സിന്റെ രണ്ട് ഇക്വേഷൻസ് നമുക്കറിയാം. ഒന്നാമത്തേത് phi is equal to Q enclosed divided by epsilon 0. അതായത് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് വിതിൻ ദ സർഫസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഇതാണ് ഒരു ഫോർമുല നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്. രണ്ടാമത്തെ ഫോർമുല എന്ന് പറയുന്നത് വെക്ടർ ഇ ഡോട്ട് ഡി എസ്. വെക്ടർ ഇ ഡോട്ട് ഡി എസ് എന്ന് വെച്ചാൽ ഇ ഡി എസ് കോസ് തീറ്റയാണ്. അപ്പോൾ ഒന്ന് ചാർജിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്, രണ്ടാമത്തേത് ഇലക്ട്രിക് ഫീൽഡിനെ ബേസ് ചെയ്തിട്ടുള്ള ഇക്വേഷൻ ആണ്. ഈ രണ്ട് ഇക്വേഷൻ ഞാനിവിടെ പറയാൻ കാരണം നമ്മുടെ ചോദ്യത്തിന്റെ ഓപ്ഷനിൽ ചാർജിനെ കുറിച്ചും പറയുന്നുണ്ട്, ഫീൽഡിനെ കുറിച്ചും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷനിലോട്ടാണ് എത്തേണ്ടത്.
ഫ്ലക്സ് 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണുള്ളത്? നമുക്ക് phi equal to q by epsilon 0 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ ഉള്ളത് കൊണ്ട് തന്നെ ഫ്ലക്സ് 0 ആണെങ്കിൽ എപ്സിലൺ 0 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന്റെ വാല്യൂ 8.854 into 10⁻⁻12 ആണ്. വിച്ച് മീൻസ് എപ്സിലൺ 0ക്ക് 0 ആവാൻ പറ്റില്ല. അപ്പോ phi equal to q by epsilon 0 എന്ന് പറയുന്ന ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് phi 0 ആണെങ്കിൽ 0 ആവാൻ പറ്റുന്നത് ആർക്കാണ്? Q enclosed. Q enclosed എന്ന് പറയുന്നത് നെറ്റ് ചാർജ് എൻക്ലോസ്ഡ് വിതിൻ ദ സർഫസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ ആണ്. നമുക്ക് മനസ്സിലായി phi 0 ആണെങ്കിൽ നെറ്റ് ചാർജ് ഇൻസൈഡ് ദ സർഫസ് ഷുഡ് ബി 0. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യുന്ന സമയത്ത് എല്ലാ ഓപ്ഷൻസിലൂടെയും നമ്മളൊന്ന് കണ്ണോടിക്കണം. ചാടി കയറിയ ഒരു കൺക്ലൂഷനിലോട്ട് എത്തരുത്. കാരണം ചിലപ്പോ നമുക്ക് എന്താ പറയാ മോർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസർ ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇസ് നെസസറിലി 0 അറ്റ് ഓൾ പോയിന്റ്സ് എന്നാണ്. phi equal to E dot ds. E dot ds എന്ന് വെച്ചാൽ എന്താണ്? E ds cos theta. Theta എന്ന് പറയുന്നത് ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ. ഓക്കെ, അപ്പൊ phi 0 ആവുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലും phi 0 ആവും. പക്ഷെ അത് തന്നെ ആവണമെന്നില്ല. cos 90 എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്കറിയാം ആംഗിൾ ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഏരിയ വെക്ടർ 90 ആയി കഴിഞ്ഞാൽ phi 0 ആവും. അപ്പോ രണ്ടാമത്തെ ഓപ്ഷനിൽ ഒരു പ്രശ്നമുള്ളത് ഇലക്ട്രിക് ഫീൽഡ് മേ ബി 0 എന്ന് പറയുകയാണെങ്കിൽ ആ ഓപ്ഷൻ കറക്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് നെസസറിലി 0 എന്നാണ്. അങ്ങനെ ഒരു നിർബന്ധമില്ല. ഇലക്ട്രിക് ഫീൽഡ് 0 ആയാലും phi 0 ആവും. പക്ഷെ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ലെങ്കിലും phi 0 ആവാനുള്ള സാധ്യതയുണ്ട്. എപ്പോഴാണ്? തീറ്റ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയാൽ മതി. അപ്പൊ ഓപ്ഷൻ ബി റോങ് ആയി പോകാനുള്ള കാരണം ഇതാണ്. അപ്പൊ നമുക്ക് മനസ്സിലായി ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്നുള്ളത്. ഇനി സി എന്ന് പറയുന്നത് എന്താ? നോ ചാർജ് എക്സിസ്റ്റൻസ് ആയിട്ട് സർഫസ്. അങ്ങനെ ഒരു കണ്ടീഷൻ ഇല്ല. നമുക്ക് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് ഉണ്ടായാൽ മതി. ഫോർ എക്സാമ്പിൾ ഒരു സ്ഫിയറിനകത്ത് +2 കുളോംബും -2 കുളോംബും ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ അവിടെ ഒരു ചാർജും ഇല്ല എന്നല്ല അതിന്റെ അർത്ഥം. 2 ചാർജസ് ഉണ്ട്, പക്ഷെ അതിന്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് 0 ആയി പോകുന്നുണ്ട്. വിച്ച് മീൻസ് നെറ്റ് ചാർജസ് 0. ഈ ഔട്ട്സൈഡ് ദ സർഫസിലുള്ള ചാർജ് ആയിട്ട് ഇലക്ട്രിക് ഫ്ലക്സിന് ഒരു ബന്ധവും ഇല്ല. അപ്പൊ ഓപ്ഷൻ ഡി അൾട്ടിമേറ്റ്ലി അത് എന്താ പറയാ കംപ്ലീറ്റ്ലി റോങ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഓപ്ഷൻ ബിയിലും സിയിലും ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് അത് കറക്റ്റ് ആയില്ല എന്നുള്ളതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഒരിക്കലും മിസ്റ്റേക്ക് വരുത്തരുത്. ഇലക്ട്രിക് ഫ്ലക്സ് 0 ആണെങ്കിൽ അതിന്റെ അർത്ഥം net charge inside the surface must be 0. Electric field may be 0, may not be 0, because there is another possibility also for the flux to be 0. ഇനി ഒരു ചാർജും ഇല്ല എന്നുള്ള അർത്ഥം നെറ്റ് ചാർജ് ടോട്ടൽ എടുക്കുമ്പോൾ 0 ആയിരിക്കണം. നമുക്ക് n നമ്പർ ഓഫ് ചാർജസ് ഉണ്ടായിരിക്കും, പക്ഷെ അവയുടെ എല്ലാം കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ 0 ആയാൽ പോലും ഫ്ലക്സ് 0 ആയി പോകും എന്നുള്ളതാണ്. കൺഫ്യൂഷൻ ഒന്നും ഇല്ലാന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ആൻസറും എങ്ങനെ എത്തിയെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായി കാണും. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ വാട്ട്? നമുക്ക് പല രീതിയിലുള്ള ഇലക്ട്രിസിറ്റികളുണ്ട്. അതിൽ ഈ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ആദ്യം ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമ്മൾ പഠിക്കുന്നത് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിനെ കുറിച്ചാണ് അല്ലെ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്താണ്? രണ്ട് വസ്തുക്കൾ തമ്മിൽ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോൺസിനെ ഏതെങ്കിലും രണ്ട് വസ്തുക്കൾ കമ്പയർ ചെയ്യുമ്പോൾ ഒരു മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസ് ലൂസ്ലി ബൗണ്ട് ആയിരിക്കാം, മറ്റു മെറ്റീരിയലിനകത്ത് ഇലക്ട്രോൺസ് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് ബൗണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇവ തമ്മിൽ നമ്മൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ലൂസ്ലി ബൗണ്ട് ഇലക്ട്രോൺസ് ഉള്ള മെറ്റീരിയൽ നിന്ന് ഇലക്ട്രോൺസ് ലൂസ് ചെയ്തിട്ട് മറ്റേ മെറ്റീരിയലിലോട്ട് പോകും. അപ്പൊ ഇലക്ട്രോൺ ലൂസ് ചെയ്യുന്ന മെറ്റീരിയലിന് പോസിറ്റീവ് ചാർജും ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന മെറ്റീരിയലിന് നെഗറ്റീവ് ചാർജും വരും. അപ്പോൾ ഈ രണ്ട് വസ്തുക്കൾ തമ്മിൽ ഉണ്ടാകുന്ന ഇലക്ട്രിസിറ്റിനെ പറയുന്ന പേരാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അതിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. കാരണം ഈ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് റബ്ബിംഗ് വഴിയാണ്. രണ്ട് വസ്തുക്കൾ നമ്മളിങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്താണ്. അതുകൊണ്ട് അതിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി. ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഫ്രിക്ഷൻ എന്നുള്ളത്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, വിച്ച് ഇസ് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഫ്രിക്ഷൻ വഴിയാണ്. രണ്ട് മെറ്റീരിയൽസ് റബ്ബ് ചെയ്യുമ്പോൾ ഇലക്ട്രോൺ ലൂസ്ലി ബൗണ്ട് ആയിട്ടുള്ള മെറ്റീരിയലിൽ നിന്ന് ഇലക്ട്രോൺ സ്ട്രോങ്ലി ബൗണ്ട് ആയിട്ടുള്ള മെറ്റീരിയലിലോട്ട് ഇലക്ട്രോൺസിന്റെ ട്രാൻസ്ഫർ നടക്കുന്നത് കൊണ്ട് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജസ് ആണ് മെറ്റീരിയൽസിൽ ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ചാർജ്ഡ് ഒബ്ജക്ട്സ് തമ്മിലുള്ള ആ ഒരു ഇലക്ട്രിസിറ്റിയാണ് നമ്മൾ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. നമ്മൾ കുഞ്ഞു ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഒരു എന്താ പറയാ, ഒരു പ്ലാസ്റ്റിക് സ്കെയിൽ എടുത്തിട്ട് നമ്മൾ തലയിൽ നന്നായിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ഈ പേപ്പേഴ്സിന്റെ അടുത്ത് വെക്കുമ്പോൾ ആ പേപ്പേഴ്സ് ഇങ്ങനെ
അട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ റൂളറിന് അടുത്തോട്ട് വരുന്നതായിട്ട് കാണാം എന്നൊക്കെയുള്ള ഒരു ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ കുഞ്ഞു ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. അതാണ് സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്, when distance between two charges is reduced to 1/2 of the original distance. രണ്ട് ചാർജസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒറിജിനൽ ഉണ്ടായിരുന്ന ഡിസ്റ്റൻസിനേക്കാളും 1/2 ആയിട്ട് കുറച്ചു. The force between them will remain the same if one of the charges is made what എന്നുള്ളതാണ് ചോദ്യം. സി, ഈ ഒരു ചോദ്യത്തിന്റെ ആൻസറും നമുക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സിന്റെ ഇക്വേഷൻ അനുസരിച്ച്, അതായത് F is equal to K Q1 Q2 divided by R² എന്നുള്ള ഈ ഫോർമുല അറിഞ്ഞു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്നതാണ്. ഇവിടെ ഡിസ്റ്റൻസ് 1/2 ആയിട്ട് കുറച്ചു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഫോഴ്സിന് എന്താ സംഭവിക്കേണ്ടത്? ഫോഴ്സും ഡിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണ്. അതിന്റെ അർത്ഥം ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഫോഴ്സ് കൂടണം, അത് സ്ക്വയർ ആയിട്ട് കൂടണം. കാരണം ഇവിടെ ആറിന് ഒരു സ്ക്വയർ ഉണ്ട്. അപ്പോ ഹാഫ് ആയിട്ട് ഡിസ്റ്റൻസ് കുറയ്ക്കുമ്പോൾ ഫോഴ്സ് എന്തായിട്ടാണ് കൂടേണ്ടിയിരുന്നത്? 4 ടൈംസ് 4 ടൈംസ് ആയിട്ട് കൂടണം. ഹാഫ് എന്ന് വെച്ചാൽ 2 അല്ലേ, അതിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ ഹാഫ് ആയിട്ട് കുറയ്ക്കുമ്പോൾ ഫോഴ്സ് ആക്ച്വലി എന്താ സംഭവിക്കേണ്ടിയിരുന്നത്? 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യണമായിരുന്നു. പക്ഷെ നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഫോഴ്സ് വിൽ റിമെയിൻ ദ സെയിം, അതായത് ഫോഴ്സിന് മാറ്റൊന്നും വരാൻ പാടില്ല. അപ്പൊ എന്ത് സംഭവിക്കണം? ഈ 4 ടൈംസ് ആയിട്ട് കൂടാൻ പോകുന്ന ഫോഴ്സിനെ കുറയ്ക്കത്തക്ക രീതിയിൽ, അതായത് ആ സെയിം ആയിട്ട് കീപ്പ് ചെയ്യത്തക്ക രീതിയിൽ ചാർജസിൽ എന്തെങ്കിലും വ്യത്യാസം വരണം. ഫോഴ്സും ചാർജും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ 4 ടൈംസ് ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ പോകുന്ന ഫോഴ്സിനെ 4 ടൈംസ് ആയിട്ട് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിലെ ചാർജ് 4 ടൈംസ് ആയിട്ട് കുറയണം. 1 ഓഫ് ദ ചാർജസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം Q1 Q2 2 ചാർജസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു ചാർജ് ഒറിജിനൽ ചാർജിനേക്കാളും 1/4 ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ, അതായത് 4 ടൈംസ് കുറഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് വന്നിട്ടുള്ള ഇൻക്രീസിനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റുള്ളൂ. കൺഫ്യൂഷൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. ഇവിടെ ഒന്നുകൂടെ ശ്രദ്ധിക്കുക, ഡിസ്റ്റൻസും ഫോഴ്സും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ആണ്. അപ്പോ ഡിസ്റ്റൻസ് ഹാഫ് ആയിട്ട് കുറച്ചാൽ ഫോഴ്സ് എന്താവും? 4 ടൈംസ് ആയിട്ട് കൂടണം. ആ 4 ടൈംസ് കൂടുന്ന ഫോഴ്സിനെ നമുക്ക് നേരെ 4 ടൈംസ് ഒന്നും ഇല്ലാതെ ഒറിജിനൽ വാല്യൂ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ ചാർജിൽ എന്ത് സംഭവിക്കണം? ചാർജിനെ 1/4 ആക്കിയിട്ട് മാറ്റണം. അപ്പൊ 1 ഓഫ് ദ ചാർജസ് എന്നുള്ളത് കൊണ്ട് തന്നെ 1/4 എന്ന് പറയണം. ഇഫ് ബോത്ത് ദ ചാർജസ് ഇസ് മെയ്ഡ് എന്ന് പറയുമ്പോൾ നമ്മൾ 1/2 എന്ന് എഴുതേണ്ടി വരും. ഓക്കെ, ഇവിടെ Q1 മാത്രമാണ് വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ 1/4. 2 ചാർജസിന് വ്യത്യാസം ഉണ്ടെങ്കിൽ ഒന്നിന് 1/2, അടുത്തതിന് 1/2, അപ്പോൾ ടോട്ടലി 1/4 ആയിട്ട് മാറും. ഓക്കെ, ഞാൻ ഓരോ ക്വസ്റ്റിന്റെ കൂടെ കുറെ ഏറെ എക്സ്പ്ലനേഷൻ തരുന്നതിന്റെ കാരണം മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഈ സെയിം ചോദ്യം ഈ സെയിം പാറ്റേണിൽ തന്നെ നിങ്ങൾക്ക് പേപ്പറിൽ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ എഴുതാന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്നാണ് വിചാരിക്കുന്നത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിരുന്നാൽ തന്നെയും. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്, യൂണിറ്റ് കുലോംബ് ചാർജ് is 1 which when placed in air at a distance of 1 meter from an equal and similar charge repels it with a force of, അതായത് 1 കുലോംബിന്റെ ഡെഫിനിഷൻ എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മുടെ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എന്താണ്? which is K Q1 Q2 divided by R². കെയുടെ വാല്യൂ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എത്രയാണ് കെയുടെ വാല്യൂ? 9 into 10⁹ ആണ്. അപ്പൊ ഇവിടെ എഴുതാൻ പറ്റുന്നത് 9 into 10⁹ into യൂണിറ്റ് കുലോംബ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ Q1 Q2 പകരം 1 കുലോംബ് into 1 കുലോംബ് എന്ന് എഴുതാം, ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് 1 മീറ്റർ എന്ന് ചോദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 1². അപ്പൊ ഇതെല്ലാം കൂടെ പോയിട്ട് എന്താ മാറുന്നത്? ഫോഴ്സ് വിൽ ബി ഈക്വൽ ടു 9 into 10⁹ ന്യൂട്ടൺ ആണ്. അതായത് യൂണിറ്റ് ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ യൂണിറ്റ് കുലോംബ് എന്ന് പറയുന്നത് 2 ഈക്വൽ ആയിട്ടുള്ള ചാർജസ്, അതായത് യൂണിറ്റ് വാല്യൂ ഉള്ള ചാർജസ് 1 മീറ്റർ ദൂരത്തിൽ വെച്ചിരുന്നാൽ അവ തമ്മിൽ ഉണ്ടാകുന്ന ഫോഴ്സിന്റെ വാല്യൂ 9 into 10⁹ ആണെങ്കിൽ ആ ഒരു ചാർജിനെയാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുന്നത്? 1 കുലോംബ് എന്ന് പറയാൻ പറ്റുന്നത്. അപ്പൊ ഇത് വളരെ ഈസി ആയിട്ട് ഫോഴ്സിന്റെ ഇക്വേഷൻ അറിഞ്ഞിരുന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ 9 into 10⁹ ന്യൂട്ടൺ എന്നുള്ളതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ടൂടെ വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം, when two charged spheres are connected with a wire the electric charge on them is shared. അതായത് 2 ചാർജ്ഡ് സ്ഫിയേഴ്സ് ഒരു വയർ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് എന്നുള്ളതും കൂടെ ചോദ്യത്തിലുണ്ട് കേട്ടോ. ആ ഒരു വേർഡ് ഇവിടെ മിസ് ചെയ്ത് പോയിട്ടുള്ളതാണ്. 2 ഐഡന്റിക്കൽ സ്ഫിയേഴ്സ് നമ്മളൊരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവയിലുള്ള ചാർജസ് ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്.
അതായത് ചാർജ് ഡെൻസിറ്റി സെയിം ആയിരിക്കണം, അല്ലെങ്കിൽ ചാർജ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് എന്ന് പറയും. ഓക്കെ, ഈക്വൽ ആയിട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഒരു ചാർജ് ഇല്ലാത്ത സ്ഫിയറും ഒരു 8 കുളോംബ് ഉള്ള ചാർജ് ഉള്ള ഒരു സ്ഫിയറും കൂടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് സ്ഫിയറിനും കിട്ടാൻ പോകുന്നത് 4 കുളോംബ് ഈച്ച് ആണ്. അതായത് അവയുടെ ടോട്ടൽ ചാർജിനെ ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഇനി ഞാൻ വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു സ്ഫിയറിന്റെ ചാർജ് 6 കുളോംബും അടുത്ത സ്ഫിയറിന്റെ ചാർജ് -2 കുളോംബും ആണെന്ന് വിചാരിക്കാം. ഈ രണ്ട് സ്ഫിയേഴ്സിനെ നമ്മളൊന്ന് കൂട്ടിമുട്ടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവയെ ഒരു ചെറിയൊരു വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവയുടെ ചാർജ് ഈക്വൽ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. എന്ന് വെച്ചാൽ ഇതിന്റെ ടോട്ടൽ ചാർജ് എടുക്കുക. ഈ 6ന്റെയും -2ന്റെയും ടോട്ടൽ എന്ന് വെച്ചാൽ എത്രയാണ്? 4 കുളോംബ് ആണ് വരിക അല്ലെ. അപ്പൊ നമ്മൾ ഈ വയർ വെച്ച് കണക്ട് ചെയ്താൽ ടോട്ടൽ ചാർജ് 4 കുളോംബും ഓരോ സ്ഫിയറിനും കിട്ടാൻ പോകുന്ന ചാർജ് 2 കുളോംബ്, 2 കുളോംബ് +2 എന്ന് പറയുന്ന രണ്ട് വാല്യൂസ് ആണ് വരിക. അതായത് 6 കുളോംബും -2 കുളോംബും ഉള്ള രണ്ട് സ്ഫിയേഴ്സ് നമ്മൾ ഒരു വയർ വെച്ച് കണക്ട് ചെയ്താൽ ഓരോ സ്ഫിയറിനും കിട്ടാൻ പോകുന്നത് 2 കുളോംബ് ഈച്ച് ആണ്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം കേട്ടോ. അതായത് ചാർജ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ്. കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. ടോട്ടൽ ചാർജ് എത്രയാണെന്ന് നോക്കാം, അതിന് ഹാഫ് ആയിട്ട് എടുക്കുക. അപ്പൊ ഒരെണ്ണത്തിന് ഹാഫ് വാല്യൂ, അടുത്തതിന് ഹാഫ് വാല്യൂ കിട്ടുന്ന പോലെയാണ് വരിക. അപ്പോ കൺസെപ്റ്റ് ഇതാണ്. രണ്ട് ഐഡന്റിക്കൽ സ്പിയേഴ്സ് ഒരു വയർ വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ their ഇലക്ട്രിക് ചാർജ് വിൽ ബി ഈക്വലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. അപ്പൊ ഇവിടുത്തെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഇനി ഏഴാമത്തെ ചോദ്യം, an electric dipole of moment p, dipole moment നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ p തന്നെയാണ്. അപ്പൊ ചോദ്യത്തിലും അത് തന്നെയാണ് തന്നിരിക്കുന്നത്. is placed in the position of stable equilibrium in a uniform electric field E. സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഒരു ഇലക്ട്രിക് ഡൈപോൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുന്നത്? നമുക്ക് രണ്ട് രീതിയിലുള്ള ഇക്വിലിബ്രിയം ഉണ്ട്. ഓക്കെ, ഡൈപോളും ഇലക്ട്രിക് ഫീൽഡും തമ്മിലുള്ള ആംഗിള് 0 ഡിഗ്രി ആവുമ്പോഴാണ് അതിനെ നമ്മൾ സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. 180 ഡിഗ്രി ആവുമ്പോഴാണ് അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. ഇത് ഈ ചോദ്യത്തിനോട് ബന്ധമുള്ളതല്ല, എന്നാലും നിങ്ങൾ ഇതൊന്ന് ഓർത്ത് വെക്കുക. കാരണം when will an electric dipole be in stable equilibrium when placed in an electric field എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇതറിയാലോ. 0 ഡിഗ്രി അല്ലെങ്കിൽ പാരലൽ എന്ന് പറയാം. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയത്തിൽ വരുന്നത് 180 ഡിഗ്രി അല്ലെങ്കിൽ ആന്റി പാരലൽ ആവുമ്പോഴാണ്. ഓക്കെ, നമുക്ക് ചോദ്യത്തിലോട്ട് ഒന്നുകൂടെ തിരിച്ചു പോവാം. In a uniform electric field E, the couple required to rotate it through an angle theta, the initial position is. കപ്പിൾ എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ചോദ്യത്തിൽ ഒറ്റ വാക്ക് മാറിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഓപ്ഷൻ മാറാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് കപ്പിൾ എന്നാണ്. കപ്പിൾ എന്ന് വെച്ചാൽ എന്താണ്? അതിന് നമ്മൾ ഫിസിക്സിൽ ഉപയോഗിക്കുന്ന ടേം, കപ്പിൾ എന്ന് പറയുന്നത് ഒരു കോമൺ വേർഡ് ആണ്. അതിന് ഫിസിക്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വേർഡ്, കുറച്ചും കൂടെ എന്താ പറയുക, സയന്റിഫിക് ആയിട്ടുള്ള ഒരു വേർഡ് എന്ന് പറയുന്നത് ടോർക്ക് ആണ്. കപ്പിൾഡ് ഫോഴ്സിനെ പറയുന്ന പേരാണ് ടോർക്ക്. അപ്പൊ ടോർക്ക് റിക്വയർഡ് എന്നുള്ളത്, ഇത് നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നതും ഫോർമുല നമുക്ക് ഓർത്തിരിക്കേണ്ടതുമാണ്. ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ടോർക്കിന്റെ ഫോർമുല ഇറ്റ് ഈസ് പി ക്രോസ് ഇ, വെക്ടർ പി ക്രോസ് ഇ, അല്ലെങ്കിൽ നമുക്ക് പി ഇ സൈൻ തീറ്റ എന്ന് എഴുതാം. അപ്പൊ ഇവിടുത്തെ ചോദ്യം ടോർക്ക് എത്രയാണെന്നുള്ളതാണ്. കപ്പിൾ റിക്വയർഡ് എന്ന് വെച്ചാൽ ടോർക്ക് റിക്വയർഡ് എന്നാണ് അർത്ഥം. അപ്പൊ പി ഇ സൈൻ തീറ്റ ആണ് നമ്മളുടെ ഉത്തരം. ഞാൻ പറഞ്ഞു, ഈ ചോദ്യം തന്നെ ഒറ്റൊരു വാക്ക് മാറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ വ്യത്യാസമാണ്. ഈ കപ്പിളിന്റെ പകരം വർക്ക് റിക്വയർഡ് ടു റൊട്ടേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ -PE cos θ എന്ന് പറയുന്നതാണ് ഉത്തരമായിട്ട് വരേണ്ടിയിരുന്നത്. ഓക്കെ, കപ്പിൾ എന്നുള്ള ഈ ചോദ്യത്തിന്റെ ഉത്തരം PE sin θ ആണ്. ഇതേ ചോദ്യം തന്നെ കപ്പിളിന് മാറ്റിയിട്ട് വർക്ക് എന്നാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ -PE cos θ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നമ്മൾ ഡെറിവേഷൻ പഠിക്കുന്നതും ഇക്വേഷൻ ഒക്കെ തിയററ്റിക്കലി നമ്മൾ ചാപ്റ്ററിൽ പഠിക്കുന്നതുമാണ്. അടുത്ത ചോദ്യം, 2 point charges each of 20 microcoulomb are placed 50 centimeter apart in air. What is the electric field intensity at the midpoint on the line joining the center of 2 point charges? ഈ ഒരു ചോദ്യം ഞാൻ ഒന്നുകൂടെ ഒരു ഡയഗ്രം വരച്ച് മനസ്സിലാക്കി തരുന്നതായിരിക്കും എളുപ്പം. കാരണം ഇലക്ട്രിക് ഫീൽഡ്, നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡ് ഒരു വെക്ടർ ക്വാണ്ടിറ്റിയാണ്. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോക്കിക്കൊണ്ട് വേണം നമ്മൾ ഈ രണ്ട് ഇലക്ട്രിക് ഫീൽഡ്സിനെ ആഡ് ചെയ്യണോ, സബ്ട്രാക്ട് ചെയ്യണോ, അതോ റിസൾട്ടന്റ് വെക്ടറിന്റെ ഫോർമുല ഉപയോഗിക്കണോ എന്നൊക്കെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കൺഫ്യൂഷൻ ഇല്ലല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്താണെന്ന് മനസ്സിലാവണം. എല്ലാവർക്കും അറിയാന്നാണ് വിചാരിക്കുന്നത്. ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ is always away from positive charge. പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിൽ നിന്ന് അകലേക്ക് പോകുന്ന പോലെ, ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്, അതായത് നെഗറ്റീവ് ചാർജ് ആണെങ്കിൽ ചാർജിലോട്ട് വരുന്നത് പോലെയാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എല്ലാവരും ഒന്ന് മനസ്സിലുറപ്പിച്ച്, ഇറ്റ് ഈസ് അവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആൻഡ് ടുവേർഡ്സ് നെഗറ്റീവ് ചാർജ്. ഇവിടെ 2 പോയിന്റ് ചാർജസിന്റെ വാല്യൂ പറഞ്ഞിരിക്കുന്നത് 20 മൈക്രോ കുളോംബ് ആണ്.
പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് അതിനെ രണ്ടിനും പോസിറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അല്ലാന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോ ഇവിടെ രണ്ട് ചാർജസ് ഉണ്ട്. ഒന്ന് 20, അടുത്തതും 20 മൈക്രോകുളോംസ് ആണ്. ഇവ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 50 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി അറ്റ് ദ മിഡ് പോയിന്റ്, അതായത് ഈ രണ്ട് ചാർജസിന്റെ മിഡിലായിട്ട്. അപ്പൊ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 25ഉം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് 25 ആണ്. ചാർജിന്റെ വാല്യൂ സെയിം ആണ്, ഡിസ്റ്റൻസും സെയിം ആണ്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, സാധാരണ രീതിയിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ സമ്മ് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് അതിന്റെ വെക്ടർ സമ്മാണ് എടുക്കേണ്ടത്. വെക്ടർ സം എന്ന് വെച്ചാൽ ഒരേ ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. ഇനി അവ തമ്മിൽ ഒരു ആംഗിൾ ഡിഫറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ √E1² + E2² + 2E1 E2 cos θ എന്ന് പറയുന്ന ഫോർമുലയാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ ഡയറക്ഷൻ ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇവിടെ ഈ പി എന്ന് പറയുന്നത് മിഡ് പോയിന്റ് പി, അവിടെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, രണ്ട് നമ്മുടെ കയ്യിലുള്ളത് ഏത് ചാർജ് ആണ്? പോസിറ്റീവ് ചാർജ് ആണ്. വാട്ട് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ്? ചോദ്യത്തിൽ തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു എവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ഇത് രണ്ടും പോസിറ്റീവ് ആണ്. അപ്പോ ചാർജിൽ നിന്ന് എവേ ആയിട്ടാണ് വരയ്ക്കേണ്ടത്. അപ്പൊ ഈ 20 എന്ന് പറയുന്നത് ഈ ചാർജ് ആണ്. ഇതിൽ നിന്ന് എവേ എന്ന് പറയുമ്പോൾ എനിക്ക് ഇങ്ങനെയാ വരയ്ക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഇതാണ് E1ന്റെ ഡയറക്ഷൻ. ഞാൻ ആ ചാർജിനെ Q1 എന്ന് പറഞ്ഞാൽ E1ന്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ്. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ചാർജ് റൈറ്റ് സൈഡിലുള്ളത് അല്ലെ. അപ്പൊ ഈ ചാർജ് കൊണ്ട് ഉണ്ടാവുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കണം? ദാറ്റ് ഓൾസോ ഷുഡ് ബി എവേ ഫ്രം ദ ചാർജ്. ചാർജ് ഇതാണ്, ചാർജിൽ നിന്ന് അകലേക്ക് ഇങ്ങനെയാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പോ E1ഉം E2ഉം രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിലുള്ള വെക്ടേഴ്സ് ആണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്ടേഴ്സ് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റിസൾട്ടന്റ് കണ്ടുപിടിക്കുക? സബ്ട്രാക്ട് ചെയ്യണം. ഇവിടെ രണ്ട് ചാർജിന്റെ വാല്യൂ സെയിം ആണ്, ഡിസ്റ്റൻസുകളും ഈക്വൽ ആണ്. കാരണം മിഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ രണ്ടും 25 സെന്റിമീറ്റർ ഈച്ചിലാണ് നിൽക്കുന്നത് അല്ലെ. അപ്പൊ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് KQ/R² ആണ്. ചാർജ് സെയിം ആണ്, ഡിസ്റ്റൻസ് സെയിം ആവുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ സെയിം ആണ്. അപ്പൊ ഇവിടെ E1 എന്ന് പറയുന്നതും E2 എന്ന് പറയുന്നതും സെയിം ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവ ഏത് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത്? എക്സാക്ട്ലി ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ അത് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോവുകയും നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് 0 ആയിട്ട് മാറുകയും ചെയ്യും. ഇവിടെ നമ്മൾ ഇങ്ങനത്തെ ചോദ്യം കാണുമ്പോൾ ചാടി കയറി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 എന്ന് കൺക്ലൂഡ് ചെയ്യരുത് കേട്ടോ. രണ്ടും ഒരേപോലെയുള്ള ചാർജ് ആണെങ്കിൽ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവും. രണ്ടും ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ് ഒക്കെ ആണെങ്കിൽ ആ സമയത്ത് ഡയറക്ഷൻ നോക്കിക്കൊണ്ട് നമ്മൾ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടതുണ്ട്. കൂടുതൽ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. ആ സമയത്ത് അതുപോലെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താം. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ അടുത്ത ചോദ്യം ഇതാണ്. 2 ചാർജസ്, രണ്ട് ചാർജസ് ഉണ്ട്. ഒന്ന് 10 പൈക്കോകുളോം, രണ്ടാമത്തേത് 5 പൈക്കോകുളോം. ആർ പ്ലേസ്ഡ് 20 സെന്റിമീറ്റർ അപ്പാർട്ട്. റേഷ്യോ ഓഫ് കുളോംസ് ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദം. അതായത് നമുക്ക് രണ്ട് ചാർജസ് ഉണ്ട്, എയും ബിയും. ഓക്കെ, കുളോംസ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ 2 ചാർജസ് ആണ്. ഇപ്പൊ ഞാൻ ആദ്യം FAB എന്ന് എഴുതുന്നത് ഫോഴ്സ് ഡ്യൂ ടു A or force at A due to charge at B. അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? KQA QB, അതായത് ചാർജ് അറ്റ് A ചാർജ് അറ്റ് B ഡിവൈഡഡ് ബൈ R². ഇനി FBA എന്ന് പറഞ്ഞാലോ, ബിയിൽ ഉണ്ടാവുന്ന ഫോഴ്സ്, അതിന് നമുക്ക് എന്താ എഴുതാൻ പറ്റുന്നത്? QA QB ഡിവൈഡഡ് ബൈ R² തന്നെയാണ് എഴുതാം അല്ലെ. അപ്പൊ ഫോഴ്സ് ബിറ്റ്വീൻ ദ ചാർജസ് എന്ന് പറഞ്ഞാൽ രണ്ട്, അതായത് എയില് എത്രത്തോളം ഫോഴ്സ് ഉണ്ടാവോ അതേ ഫോഴ്സ് തന്നെയാണ് ബിയിലും എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പൊ റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആയിരിക്കും രണ്ട് ചാർജസ് തമ്മിലുള്ള ഫോഴ്സ്. കാരണം ഫോഴ്സിന്റെ ഇക്വേഷൻ KQ1 Q2 ബൈ R². അതിന് നമ്മൾ Q2 Q1 ബൈ R² എന്ന് എഴുതിയാലും മൾട്ടിപ്ലിക്കേഷൻ ആണ്, നമുക്ക് ഒരേ ആൻസർ ആണ് കിട്ടുക അല്ലെ. 10 × 5 എന്ന് പറഞ്ഞാലും 50 ആണ്, 5 × 10 എന്ന് പറഞ്ഞാലും 50 തന്നെയാണ്. അപ്പൊ കിട്ടാൻ പോകുന്ന ഫോഴ്സിന്റെ വാല്യൂ രണ്ടും സെയിം ആണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് റേഷ്യോ ഓഫ് ഫോഴ്സ് എന്നാണ്. രണ്ട് സെയിം ആയിട്ടുള്ള വാല്യൂസിന്റെ റേഷ്യോ എടുക്കുമ്പോൾ 1:1 ആണ് എഴുതാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ ഫോഴ്സിന്റെ റേഷ്യോ ഇസ് 1:1. ഇന്നത്തെ വീഡിയോയില് നമ്മുടെ ലാസ്റ്റത്തെ ചോദ്യമാണിത്. ഒരു ചിത്രം നമുക്ക് തന്നിട്ടുണ്ട്. ഇത് ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെയാണ് കാണിച്ചിരിക്കുന്നത്. ഈ ചിത്രം അനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് P1 ഇസ് E1. അതായത് ഇതാണ് നമ്മുടെ P1 എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെയാണ് P2 എന്ന് പറയുന്ന പോയിന്റ്. അപ്പൊ P1ലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E1 തന്നിട്ടുണ്ട്, P2ലുള്ള ഇലക്ട്രിക് ഫീൽഡ് ആണ് E2. Distance between P1 and P2 is R, then which of the following statement is true? താഴെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡിന്റെ ഒരു റിലേഷൻസ് പോലെ സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. നമുക്കൊരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ കണ്ടു കഴിഞ്ഞാൽ
ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള മാർഗം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിന്റെ പ്രോപ്പർട്ടീസ് പഠിക്കുമ്പോൾ നമ്മൾ ഒരു പ്രോപ്പർട്ടി പഠിക്കുന്നുണ്ട്. ക്ലോസ്നെസ് ഓഫ് ദ കർവ്സ് is proportional to strength of electric field. അതായത് ഏത് സ്ഥലത്താണോ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് വളരെ ക്രൗഡഡ് ആയിട്ട് അല്ലെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളത് ആ പ്ലേസിന് ഇലക്ട്രിക് ഫീൽഡിന്റെ വാല്യൂ കൂടുതൽ. ലൈൻസ് ഓഫ് ഫോഴ്സിന് തമ്മിൽ സ്പേസ് കൂടുതൽ വരിക അല്ലെങ്കിൽ അവ തമ്മിൽ അകലം ഉണ്ടാവുക, അവയുടെ ക്രൗഡ്നെസ് കുറയുക, അങ്ങനെ വരുമ്പോൾ അതിന്റെ അർത്ഥം ഇലക്ട്രിക് ഫീൽഡ് സ്ട്രെങ്ത് കുറവാണെന്നാണ്. ഇവിടെ P1 P2 എന്ന് പറയുന്ന 2 പോയിന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ഏത് പോയിന്റിന്റെ അടുത്താണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് കുറച്ചുകൂടെ ക്രൗഡഡ് ആയിട്ട് നിൽക്കുന്നത്? ഇവിടെ കുറച്ചുകൂടെ ക്രൗഡഡ് ആണ്. ഇങ്ങോട്ട് മാറും തോറും, റൈറ്റ് സൈഡിലോട്ട് മാറും തോറും ആ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടി കൂടി വരികയാണ് അല്ലെ. ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കുറവുള്ളത് ലെഫ്റ്റ് സൈഡിലാണ്. ലെഫ്റ്റ് സൈഡിലുള്ള പോയിന്റ് നമ്മുടെ ചിത്രത്തിൽ തന്നിരിക്കുന്നത് P1 ആണ്. ഡയഗ്രാം ക്ലിയർ അല്ലെങ്കിൽ ഞാൻ പറയുവാണ്, P1 ആണ് ലെഫ്റ്റിൽ തന്നിരിക്കുന്നത് കേട്ടോ, P2 ആണ് റൈറ്റിൽ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന കൺസെപ്റ്റ് ഇതാണ്, ക്ലോസ്നെസ് ഓഫ് ദ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഡിറ്റർമിൻസ് ദ സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. എവിടെയാണോ ലൈൻസ് ഓഫ് ഫോഴ്സ് ക്രൗഡഡ് ആയിട്ട് വരയ്ക്കുന്നത് അല്ലെങ്കിൽ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കുറവായിട്ടുള്ളത് ആ സ്ഥലത്ത് ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതലും, ഈ ലൈൻസ് തമ്മിലുള്ള സ്പേസിങ് കൂടുതൽ വരുമ്പോൾ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറവാണ് വരുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി, എന്താണ് മനസ്സിലായത്? P1 ഇലക്ട്രിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടുതൽ, വിച്ച് മീൻസ് E1 ഷുഡ് ബി ഗ്രേറ്റർ ദാൻ E2. ആ ഒരു ഓപ്ഷൻ ഏതിലാണ് എഴുതിയിരിക്കുന്നത്? അതാണ് നമ്മുടെ ആൻസർ. E1 is greater than E2 എന്ന് എഴുതിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 10 ചോദ്യങ്ങൾ, ഈ 10 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തെങ്കിലും അതിലൂടെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാൻ ശ്രമിച്ചിട്ടുണ്ട്. വിച്ച് മീൻസ് ഇഫ് ദർ ഈസ് അനദർ 15 questions coming related to this topic, you will be able to answer to yourself. അതായത് നമ്മൾ കുറെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിനേക്കാളും ഇരട്ടി ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ആക്ച്വലി നിങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും ഇന്നത്തെ ക്ലാസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സോ ഫീഡ്ബാക്കോ സജഷൻസോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കമന്റ് ആയിട്ട് എഴുതാം. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു സീരീസ് ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ട്, ഇത് യൂസ്ഫുൾ ആയിട്ട് ഇനിയും മിസ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതും കൂടെ ഒന്ന് പരിഗണിക്കുക. താങ്ക് യു വൺസ് അഗെയിൻ ഫോർ വാച്ചിങ് ടുഡേസ് വീഡിയോ. ഹാവ് എ വണ്ടർഫുൾ ഡേ ahead to all of you.